ഞാൻ നിങ്ങളുടെ സ്വന്തം നിവേദ്യ. ഞാൻ ഇപ്പം എവിടെയാണ് നിൽക്കുന്നതെന്നറിയോ? ഞാനില്ലേ എൻ്റെ അമ്മാമ്മേൻ്റെ വീട്ടിലാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പം ഞാൻ നിങ്ങൾക്ക് എൻ്റെ അമ്മാമ്മേൻ്റെ വീട് കാണിച്ചു തരാമേ. ഇതാണ് എൻ്റെ അമ്മാമ്മേൻ്റെ വീട്. പിന്നെ ഇവിടെ കുറേ പൂക്കളും മരങ്ങളും എല്ലാം ഉണ്ട്. പൂക്കൾ ഞാൻ കാണിച്ചു തരാം. അത് മഞ്ഞ കളർ പൂവാണ്. അത് നമ്മൾ ഊതിയിട്ട് മടക്കിയിട്ട് ഇങ്ങനെ നെറ്റിയടിക്കും. ഒട്ടും സൗണ്ട് കേൾക്കും. പിന്നെ ചെടിയുണ്ട് കേട്ടോ. പിന്നെ ചെമ്പരത്തി പൂ നല്ല ഭംഗി കേട്ടോ കാണാൻ. ഞാൻ കാണിച്ചു തരാമേ. ഇത് വാടി ചെമ്പരത്തിയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ. അല്ലാതെ കുറേ ചെടികളും പൂക്കളും മരങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ വേറൊരു വയലറ്റ് പൂവുണ്ട്. അത് ഏത് പൂവെന്നാന്ന് പേരറിഞ്ഞൂടെ, അറിയാവുന്ന പറയണേ, ഞാൻ കാണിച്ചു തരാം. പൂ ഇതാണ് ആ പൂ. അത് അറിയാവുന്നൊരു പറയണേ, എൻ്റെ പേര് അറിഞ്ഞൂടാ കേട്ടോ. പിന്നെ വേറൊരു പൂവുണ്ട് ചുമന്ന പൂ. ഇതിൻ്റെ പേര് പറയണേ, ഞാൻ കാണിച്ചു തരാം. നല്ല ഭംഗിയല്ലേ അത്. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ട്. പിന്നെ ഇവിടെ പേരയ്ക്ക, ലൗലോലിക്ക, പിന്നെ ചാമ്പയ്ക്ക, ഇതെല്ലാം ഉണ്ട്. ഞാൻ ആദ്യം നിങ്ങൾക്ക് പേരയ്ക്ക കാണിച്ചു തരാം. ഇത് പേരയ്ക്കൻ്റെ മരമാണ് കേട്ടോ. ഞാൻ മരമാണ് കാണിച്ചത്. മരവും ഉണ്ട്, അതിനകത്ത് കൊച്ചു കൊച്ചു പേരയ്ക്ക ഇപ്പോൾ നിങ്ങൾക്ക് വെളിച്ചം കാണാൻ പറ്റൂല. ഇനി ഞാൻ എൻ്റെ ലൗലോലിക്ക കാണിച്ചത്. ലൗലോലിക്ക എല്ലാവർക്കും ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് ഉപ്പിലൊക്കെ ഇട്ടിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതിൻ്റെ വെള്ളമൊക്കെ കുടിക്കുമ്പോൾ സൂപ്പറാണ്. അപ്പോൾ ലൗലോലിക്ക കാണിച്ചു തരാം. ഇത് ലൗലോലിക്കേൻ്റെ മരവും പിന്നെ കുറേ പൂത്തെല്ലാം കുറേ ഇങ്ങനെ ചറപറാന്ന് നിൽപ്പുണ്ട്. അതിനകത്തുനിന്ന് നിങ്ങൾക്ക് വെളിച്ചം കാരണമാണ് കാണാൻ പറ്റാത്ത. ഇപ്പം വൈകിട്ടാവറായി, ഉച്ച കഴിഞ്ഞ് വൈകിട്ടാവറായി. ഞാൻ ലൗലോലി കാണിച്ചു തരാമേ. താഴെ ഇരിക്കുന്നത് ഇതിനെക്കാട്ടി പൂത്തി ഇപ്പോണ്ട്. അപ്പം അത് കാണിക്കാൻ മേലോട്ടിരിക്കുകയാണ്. പിന്നെ അതേ ഇവിടെ വേറൊരു പൂവുണ്ട്. അത് ഞാൻ കാണിച്ചു തരാമേ. ഇത് അടുക്കുമുല്ല ഉണ്ടല്ലോ, അതേപോലെ നമ്മുടെ കൊട്ടാരം പോലെ ഇങ്ങനെ പൊന്തി നിൽക്കുവേ. പിന്നെ നിങ്ങൾക്ക് ഞാൻ ജാമ്പ കാണിച്ചു തരാമേ. ജാമ്പ കാണിക്കാം. ഇതും ചാമ്പയ്ക്കൻ്റെ മരമാണ്. പക്ഷേ ചാമ്പയ്ക്ക ഉണ്ട്. ചാമ്പയ്ക്ക കാണിച്ചു തരാമേ. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ സൂം ചെയ്തിട്ട് കാണുന്നില്ല. ഇവിടെ താഴെ ഇരിക്കുന്ന വല്ലതും ഉണ്ടോ നോക്കാം. ആ താഴെ ഒന്ന് നിൽക്കുന്ന പറഞ്ഞു നോക്കി ഞാൻ കാണിച്ചു തരാമേ. ഇതെവിടെ വെള്ള കളറിൽ നിൽക്കുന്നു. പിന്നെ വേറെ കുറേ താഴെ വീണ് കിടക്കുന്നുണ്ട്. പിന്നെ അതുകൊണ്ട് ഇവിടെ പഴുത്തത് കിടക്കുന്നു. കാണിച്ചു തരാം. നന്നായിട്ട് പഴുപഴാ നിൽക്കുന്ന പറഞ്ഞുകൊണ്ട് കാണിച്ചു തരാം. അതെന്തേലും കൊത്തിയിട്ടേക്കുമായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ എടുത്താനേ. പിന്നെ അത് ഇവിടെ ഒരു വെള്ളത്തോളം വീണ് കിടക്കുന്നുണ്ട്. അതും എന്തെല്ലാം കൊത്തിയിട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല. നിങ്ങൾക്ക് ഞാൻ നേരത്തെ കാണിച്ചില്ല. അതിൻ്റെ കുറേ പൂക്കൾ കാണിക്കാം. ഇതിൻ്റെ കുറേ പൂക്കളുണ്ട്. പിന്നെ നമ്മൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള പൂമ്പാറ്റ കാണിക്കാം കേട്ടോ. ഈ പൂമ്പാറ്റകളും തേൻ കുടിക്കാനാണ് ഇങ്ങോട്ട് വരുന്നത്. പിന്നെ നമ്മൾ ഇതുണ്ടോ, ഇതിനകത്ത് ഞാനൊന്ന് ഊതുമ്പോൾ ഇതിനകത്തുള്ള മൊത്തം ഇതും പറഞ്ഞു പോകും. അത് ഞാൻ ഊതിയിട്ട് അത്രയ്ക്ക് പോണില്ല. നിങ്ങൾക്ക് ഇതിഷ്ടമായോ? പിന്നെ ഇവിടെ ഒരു ചേട്ടനുണ്ട്. ആ ചേട്ടനെ നിങ്ങൾക്ക് കാണാൻ്റെ കാണിച്ചു തരാമേ ഞാൻ. ഇതാണ് കേട്ടോ ആ ചേട്ടൻ. കണ്ട ഹായ് എന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങളൊരു ഹായ് കൊടുക്കണേ. ഇപ്പം ഞാൻ നിങ്ങൾക്ക് വേറൊരു പൂ കാണിച്ചൊരു വെള്ള ഭംഗിയുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് എന്ത് ഭംഗിയുള്ളൂ. ഇതിനെക്കാട്ടും എനിക്ക് ഇഷ്ടപ്പെട്ട പറ്റില്ല. പർപ്പിളല്ല ഒരു ഏകദേശം പോലത്തെ കളറുള്ള ഒരു പൂവാണ്.
ഇനി ഇവിടെ കുറേ ചെടികളും മരങ്ങളും പൂക്കളും പഴങ്ങളും ഇതെല്ലാം ഉണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് പുളി പുളി പുളി. എടാ പുളി എന്തിടാ പുളി എൻ്റെ പുളിമരം കാണിച്ചു തരാമേ. അത് ചെറിയ ചെറിയ പുളിയുണ്ട്, കാണാൻ പറ്റുന്നില്ല കേട്ടോ. പിന്നെ ഇനി പുളി ഇലയും കഴിക്കും പുളി കഴിക്കും. പച്ചപ്പുളിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ ഉപ്പിൽ മുക്കിയിട്ട് കഴിച്ചു, സൂപ്പറാണ് കേട്ടോ. അപ്പം ഇതേപോലത്തെ വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം. അപ്പോൾ ടാറ്റ.